എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ അശ്വതി തങ്കച്ചി. ഇന്ന് എൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ ഉണക്കമുന്തിരി. എല്ലാവരും നമ്മൾ വീടുകളിലൊക്കെ മിക്കവാറും ഒക്കെ കഴിക്കുന്നതാണ് അല്ലേ, നമ്മുടെ പായസത്തിലൊക്കെ ഇടാറുണ്ട്. അതുപോലെ നമ്മൾ ഡെസേർട്ടൊക്കെ ഉണ്ടാക്കുമ്പോഴൊക്കെ ഉണക്കമുന്തിരി ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇതിന് ഒത്തിരി ഗുണങ്ങളുള്ളതും കൂടിയാണ് ഈ ഉണക്കമുന്തിരി എന്ന് പറയുന്നത്. അതായത് നമുക്ക് കൊച്ചുകുട്ടികൾ മുതൽ വലിയ ആൾക്കാർക്കും അതുപോലെ തന്നെ പ്രഗ്നൻസിയിലുള്ള ആൾക്കാർക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒന്നാണ് ഉണക്കമുന്തിരി എന്ന് പറയുന്നത്. ഇത് നമുക്ക് അതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഫസ്റ്റ് നോക്കാം. അതായത് ഇത് പ്രത്യേകിച്ച് നമ്മുടെ എല്ലിനൊക്കെ ബലം കൊടുക്കുന്ന ഒന്നാണ്. പ്രത്യേകിച്ച് ഇതിൽ കാൽസ്യം അടങ്ങിയിട്ടുണ്ട്. അതുപോലെ ഈ ഓസ്റ്റിയോപൊറോസിസ് ഒക്കെ വരുന്ന ആൾക്കാർക്കൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ പല്ലിനൊക്കെ ഇപ്പം കുറച്ചും കൂടി കാൽസ്യം ഉള്ളതുകൊണ്ട് എല്ലിനും പല്ലിനും ഒരേ ഗുണങ്ങൾ തന്നെയാണുള്ളത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മുടി കൊഴിച്ചിൽ, ഹെയർ ഗ്രോത്തിന്, മുടിക്ക് കുറച്ച് ബലമൊക്കെ കിട്ടുന്നതിനും മുടി കൊഴിച്ചിൽ പൊട്ടുന്നതിനും മുടി ബ്രേക്ക് ചെയ്ത് പോകുന്നതിനൊക്കെ ഉണക്കമുന്തിരി കഴിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഇതിൽ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ദഹന സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടൊക്കെ ഉള്ള ആൾക്കാർക്ക് നമുക്കിത് കഴിക്കാവുന്നതാണ്. പ്രത്യേകിച്ച് സ്ഥിരമായിട്ട് മലബന്ധ കോൺസ്റ്റിപ്പേഷനൊക്കെ ഉള്ള ആൾക്കാർക്ക് നമുക്ക് സ്ഥിരമായിട്ട് ഇത് കഴിക്കാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഇത് വിറ്റമിൻസും അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതൊരു ആന്റി ഓക്സിഡന്റ് ആണ്, പ്രതിരോധ ശക്തിയും കൂടി കിട്ടുന്ന ഒന്നാണ്. നമുക്കപ്പോൾ സ്ഥിരമായിട്ട് കഴിക്കുന്നത് കൊണ്ട് നമുക്ക് ശരീരത്തിന് വളരെയധികം പ്രയോജനം ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഇത് ഇതിൽ ചെറിയ രീതിയിലുള്ള പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കൊളസ്ട്രോൾ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുള്ള ആൾക്കാർക്കും ഇത് കഴിക്കാവുന്നതാണ്. പ്രത്യേകിച്ച് കുട്ടികൾക്ക് നമുക്ക് ദഹന സംബന്ധമായിട്ട് പ്രത്യേകിച്ച് മലബന്ധമൊക്കെ ഉള്ള കുട്ടികൾക്കാണെങ്കിൽ നമുക്ക് സ്ഥിരമായിട്ട് ഇത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് കഴിക്കേണ്ടതെന്ന് പറഞ്ഞാൽ കുഞ്ഞു കുട്ടികൾക്കാണെങ്കിൽ നമ്മൾ ഇതിനെ വെള്ളത്തിലിട്ടിട്ട്, അതായത് നമുക്ക് ഒരു 10 എണ്ണമൊക്കെ നമുക്ക് ഇടാം. ഒരു 10 ഉണക്കമുന്തിരി നന്നായിട്ട് കഴുകുക. ഒരു 3-4 പ്രാവശ്യം ചെറിയ ചൂടുവെള്ളത്തിൽ നന്നായിട്ട് വാഷ് ചെയ്യുക. കഴുകിയതിന് ശേഷം നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം രാവിലെ നമ്മൾ അതിനെ നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ട് അതിന്റെ നല്ല രീതിയിൽ അതിന്റെ ആ ജ്യൂസ് വരുന്ന രീതിയിൽ നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക. അതിനുശേഷം അതിന്റെ ആ ഭാഗം നമ്മൾ കളഞ്ഞതിന് ശേഷം ഇതിനെ നന്നായിട്ട് അരിച്ചെടുത്തതിട്ട് കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ്. വളരെ എഫക്റ്റീവായിട്ടുള്ള ഒന്നാണ്. പിന്നെ വലിയ ആൾക്കാർക്കാണെങ്കിലും അതുപോലെ തന്നെ നമുക്ക് രാത്രി കിടക്കുന്നതിന് മുമ്പ് ഇതുപോലെ നന്നായിട്ട് കഴുകിയിട്ട് വെള്ളത്തിലിട്ടിട്ട് രാവിലെ ഒരു 10-12 എണ്ണമൊക്കെ കഴിക്കാവുന്നതാണ്. പിന്നെ നമ്മളിതിന്റെ അളവ് ക്വാണ്ടിറ്റി കൂട്ടി കഴിക്കേണ്ട, എങ്ങനെ നമുക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും ഉണ്ടാവുന്നതാണ്. അപ്പോൾ നമുക്കൊരു ഡെയിലി ഒരു 5 മുതൽ ഒരു 10 വരെ കഴിക്കാവുന്നതാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഇത് ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ സ്കിന്നുകൾക്കും ഒരു അയൺ കണ്ടന്റ് ഒക്കെ കൂടുതലുള്ളതുകൊണ്ട് സ്കിന്നിനൊക്കെ കുറച്ച് ഗ്ലോ കിട്ടുന്നതാണ്. അതുപോലെ തന്നെ മുടി കൊഴിച്ചിലും മുടി സംബന്ധമായ ഹെയർ ഗ്രോത്തിനൊക്കെ വളരെ നല്ലതാണ്. ദഹന സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുള്ളവർക്കും വളരെ നല്ലതാണ്. പിന്നെ നമ്മൾ പ്രത്യേകിച്ച് ഈ വെയിറ്റ് കുറയ്ക്കാനൊക്കെ നോക്കുന്ന ആൾക്കാർക്ക് നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുന്നത് നല്ലതല്ല. കാരണം സ്ഥിരമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഇത് വെയിറ്റ് കൂടുന്നതാണ്. ഇങ്ങനെ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് ഈ പറഞ്ഞ രീതിയിൽ അളവ് മാക്സിമം ഒരു 10 എണ്ണം വരെയൊക്കെ കഴിക്കാവുന്നതാണ്. പക്ഷെ ഇത് നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ തന്നെ കുട്ടികൾക്കും കൊടുക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് നമുക്ക് മലബന്ധമുള്ള കുട്ടികൾക്കാണെങ്കിൽ ഇത് സ്ഥിരമായിട്ട് കഴിക്കുന്നത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.